സിൽവർ ലൈനിന് ബദലായി അതിവേഗ പാതയുമായി മെട്രോമാൻ. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈനിന് ബദലായി അതിവേഗ റെയിൽ പാതയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ. 1 ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് നടപ്പാക്കുക. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പദ്ധതി റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിക്കും. പദ്ധതി നടപ്പാക്കാൻ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് 9 മാസം കൊണ്ട് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് DMRCയുടെ ഓഫീസ് പൊന്നാനിയിൽ തുറക്കും. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ ദൂരത്തിലാണ് അതിവേഗ പാത. ശരാശരി വേഗത മണിക്കൂറിൽ 135 കിലോമീറ്ററാണ്. 200 കിലോമീറ്റർ വേഗതയിൽ വരെ യാത്ര ചെയ്യാനാകും. തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂരിലേക്ക് 3.25 മണിക്കൂറിൽ എത്താനാകും. 8 കോച്ചുകളുള്ള പ്രത്യേക ട്രെയിനാണ് ഉപയോഗിക്കുക. ഓരോ 5 മിനിറ്റിലും ട്രെയിൻ ഓടിക്കാനാകും. 1 കിലോമീറ്റർ അതിവേഗ റെയിൽ നിർമ്മിക്കാൻ 200 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിക്കായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല. 70% തൂണുകൾ സ്ഥാപിച്ച് എലിവേറ്റഡ് റെയിൽപാതയാണ് സ്ഥാപിക്കുക. 30% റെയിൽപാത ടണൽ വഴിയാകും കടന്നുപോകുക. തൂണുകൾ സ്ഥാപിക്കാനുള്ള 20 മീറ്റർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ആകർഷകമായ വില നൽകി ഏറ്റെടുക്കുന്ന ഭൂമിയിലെ ശേഷിക്കുന്ന ഭാഗം ഉടമകൾക്ക് പാട്ടത്തിന് കൃഷി ആവശ്യത്തിന് നൽകും. കൊങ്കൺ റെയിൽപാത മാതൃകയിലുള്ള ഫണ്ട് സമാഹരണമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രീതിയിൽ കമ്പനി രൂപീകരിക്കും. 51% ഷെയർ റെയിൽവേക്കും 49% സംസ്ഥാന സർക്കാരിനുമായിരിക്കും. മൊത്തം തുകയുടെ 60% കേന്ദ്ര സംസ്ഥാന വിഹിതമായും ബാക്കി തുക വായ്പയിലൂടെയും കണ്ടെത്തും. സാധാരണക്കാരായ യാത്രക്കാർക്ക് താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കായിരിക്കും ചുമത്തുക. നിലവിലെ ടിക്കറ്റ് നിരക്കിന്റെ 1.5 ഇരട്ടി കൂടുതലായിരിക്കും. 560 പേർക്ക് യാത്ര ചെയ്യാവുന്ന തരത്തിലായിരിക്കും കാർ ട്രെയിൻ. പരമ്പരാഗത ട്രെയിനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ഇത്. 22 സ്റ്റേഷനുകളാണ് ഉണ്ടാകുക. തിരുവനന്തപുരം, കൊച്ചി, കരിപ്പൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും റെയിൽപാത കടന്നുപോകുക. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത സിൽവർ ലൈനുമായി വലിയ വ്യത്യാസമാണ് അതിവേഗ പാതയ്ക്കുള്ളതെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. സിൽവർ ലൈനിന് കോമ്പൗണ്ട് വാളുകളാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അതിവേഗ പാതയ്ക്ക് എലിവേറ്റഡ് ലൈനുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കായി പ്രകൃതി ആഘാത പഠനം നടത്തും. 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാകും. DMRCയെ ഏൽപ്പിച്ചാൽ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കും. 430 കിലോമീറ്ററിലും ഒരേ സമയം നിർമ്മാണം സാധ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. 70% ഇപ്പോൾ ടണലാണെങ്കിൽ ലൈനിൻ്റെ ആവശ്യമില്ല. ആ സ്റ്റേഷൻസ് ബില്ല് ചെയ്യുമ്പോൾ മനസ്സിലാക്കും അതിനെ മൂല്യപ്പെടും പഠിക്കും. എലിവേറ്റാകുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാർ 25 മീറ്റർ വീതിയിൽ രാജ്യത്ത് ആ ലാൻഡ് ഏറ്റെടുത്തിട്ട് അത് അത് ഏറ്റെടുത്തിട്ട് കൺസ്ട്രക്ഷൻ എലിവേറ്ററുകളൊക്കെ പില്ലറായി കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഈ പില്ലറിന് വേണ്ടി ലാൻഡ് ആവശ്യം. Every child is a star. Everything I am, everything I'll be, I give it to you, Lord, and do it thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Here we study life. KEALP School, Ponnani, Ishwaramangalam.